ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക. PHC-യിലെ ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക. PHC-യിലെ ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക. ഇടുക്കി DMO നീതി പാലിക്കുക. ഇടുക്കി DMO നീതി പാലിക്കുക. ഇടുക്കി DMO നീതി പാലിക്കുക. ഇടുക്കി DMO നീതി പാലിക്കുക. പെരുവന്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അനുവദിച്ച ആംബുലൻസ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പലതവണകളായി സർവീസ് മുടക്കുന്നതിൽ പ്രതിഷേധിച്ചും ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നും പെരുവന്താനം ആശുപത്രിയോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടും ആശുപത്രി അധികൃതരുടെ മെല്ലപ്പോക്കും അടിയന്തരമായി അവസാനിപ്പിച്ച് നിർധനരായ രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പെരുവന്താനം കുടുംബാരോഗ്യ കേന്ദ്ര വികസന സമിതി അംഗങ്ങളായ ഷാജഹാൻ മഠത്തിൽ, ജോൺ ബി തോമസ്, CT മാത്യു ചരളേൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന് ബഹുമാന്യനായ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം നൽകിയതാണ് ഈ കിടക്കുന്ന ആംബുലൻസ്. എന്നാൽ പിന്നീട് സർക്കാർ ഏതാണ്ട് 2 വർഷക്കാലം കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ഒരു അടിയന്തര ഉത്തരവിൻ്റെ പേരിൽ പഞ്ചായത്തുകളുടെ കൈവശമുള്ള ആംബുലൻസുകളൊക്കെ അതാത് സ്ഥലത്തെ PHSകൾക്ക് കൈമാറണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ആംബുലൻസും ഗ്രാമപഞ്ചായത്ത് പെരുവന്താനം PHCക്ക് കൈമാറുകയുണ്ടായി. അതുവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഈ ആംബുലൻസിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയാവസ്ഥയിലാണ്. ഞങ്ങൾ ഇവിടെ HNC ആശുപത്രി വികസന സമിതി അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും തന്നെ. ഞങ്ങൾ പല ആവർത്തി ഇവിടെ വരുമ്പോൾ തന്നെയും ഈ ആംബുലൻസ് കൃത്യമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഈ ആശുപത്രിയും അതുപോലെ തന്നെ ഇടുക്കി DMO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പഞ്ചായത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലെ കിടപ്പ് രോഗികളുടെയും അതുപോലെ സാധാരണക്കാരുടെയും ഒക്കെ പാവപ്പെട്ട ജനങ്ങളുടെ ഏക ഒരു ആശ്രയമാണ് മറ്റ് ആശുപത്രികളിലേക്ക് അടിയന്തര ചികിത്സ നൽകിയൊക്കെ പോകേണ്ട സാഹചര്യങ്ങളിൽ ഈ ആംബുലൻസിൻ്റെ സേവനം വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. വളരെ പാവപ്പെട്ട ആൾക്കാരാണ് ഈ പ്രദേശങ്ങൾ അധിവസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 6 മാസക്കാലം മുമ്പ് ഈ ആംബുലൻസിന് ചില അടിയന്തര അറ്റകുറ്റപ്പണികൾ ഉണ്ടെന്ന് പറഞ്ഞ് കോട്ടയത്ത് ഒരു സർക്കാർ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയുണ്ടായി. എന്നാൽ ഇടുക്കി DMO ഓഫീസിലെ ചില ഉന്നതന്റെ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ജില്ലയ്ക്ക് പുറത്തുപോയി പണിയാൻ പോയി എന്നുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ 6 മാസക്കാലം ഈ ആംബുലൻസ് പണി തീർന്നതിന് ശേഷവും കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഞങ്ങൾ ഇടുക്കി DMO തിരുവനന്തപുരത്ത് ഹെൽത്ത് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടുകയൊക്കെ DMO ഓഫീസിലും ഒക്കെ നിരന്തരമായി ഇവിടുത്തെ ആശുപത്രി വികസന ആംബുലൻസ് വീണ്ടും ഇവിടെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മാസക്കാലമായിട്ട് ഈ ആംബുലൻസിൻ്റെ സേവനം പെരുവന്താനത്തെ നിവാസികൾക്ക് ലഭിക്കുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ വീണ്ടും സർവീസിങ്ങിന് വേണ്ടി കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു. സർവീസ് കഴിഞ്ഞ് വന്നിട്ട് ശേഷം ഏതാണ്ട് ഒരു 2-3 ആഴ്ചയായിരിക്കുകയാണ്. ഇപ്പോഴറിയാൻ കഴിഞ്ഞത് ആംബുലൻസിന് ടയർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ടയർ വാങ്ങിക്കുന്നതിന് ആശുപത്രി വികസന സമിതിയിൽ ഫണ്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസർ പറയുന്നത്. പിന്നീട് DMO ഓഫീസിൽ നിന്ന് ഇതിൻ്റെ അനുമതിക്ക് വേണ്ടി കത്തയച്ചിരുന്നു. ഏതാണ്ട് കത്തയച്ചിട്ട് തന്നെ 1 മാസക്കാലമായെന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനുള്ള അനുമതി ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല. ഇടുക്കി DMO ഓഫീസിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥന്മാരുടെ ചില വിരോധം കാരണം പെരുവന്താനം PHCയിൽ കാണിക്കുന്ന ഈ നിരുത്തരപരമായ ഈ സമീപനം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ മുടക്കം കൂടാതെ സർവീസ് ആരംഭിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ധർണ സമരം അവസാനിപ്പിച്ചു.